സെഷൻ കവർ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. ഇന്നർ കോൺഫിഡൻസ് കവർ ചെയ്യും, ബോഡി കോൺഫിഡൻസ്, പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ പബ്ലിക് എക്സ്പ്രഷൻ, അതുപോലെ ഇമോഷണൽ കറേജ്. ഇങ്ങനെ ഈ ഒരു 5 ലെവലുകളായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ബേസിക് ആണ്. ഇത് നമ്മൾ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവരും മലയാളികൾ തന്നെയല്ലേ? മലയാളം തന്നെയല്ലേ താല്പര്യം? ഓക്കെ. പിന്നെ ഇത് ഓരോ വ്യക്തിക്കും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഉപകരിക്കുന്ന ഏതൊരാൾക്കും, അതിപ്പോ സാധാരണക്കാരനായിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇതിന്റെ ഇടയിലുള്ള ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ പറഞ്ഞ 5 ലെവൽസ് അല്ലെങ്കിൽ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ ഒരു സെഷനോട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളാക്കി മാറ്റാം എന്നല്ല, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കര പുറത്തുള്ള വലിയ പബ്ലിക് സ്പീക്കേഴ്സ് ആക്കാം എന്നല്ല. ഓക്കെ, മറിച്ച് നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആക്കുക എന്നുള്ളതാണ്. ഞാനെന്ന് പറഞ്ഞ ആള് ഇവിടെ വന്ന് എന്തോ പറഞ്ഞു പോകും, നിങ്ങളെന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കേട്ട് പോകുന്നു. പക്ഷേ ഞാനും പോകും, നിങ്ങളും പോകും. പക്ഷെ നമ്മുടെ കാൽപാദങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി, നമ്മുടെ ഒരു വിസിബിലിറ്റി ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും നമ്മുടെ ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ടോ? നമ്മളൊക്കെ മൺമറഞ്ഞു പോകേണ്ട ആൾക്കാരല്ലേ. നമ്മളൊക്കെ പോയി കഴിയുമ്പോൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തില് നമ്മളെയൊക്കെ ഓർക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ആ ഒരു ഫുട് പ്രിന്റ്സിന് വേണ്ടിയിട്ട്, ഫുട് പ്രിന്റ്സ് വെറുതെ ഉണ്ടാവുമോ? നമ്മൾ നടന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണുന്ന വിസിബിലിറ്റി കൊണ്ട് നമ്മുടെ കാൽപാദങ്ങളെ കാണാം. പക്ഷെ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വിസിബിൾ ആയിട്ട് ഇമോഷണലി വിസിബിൾ ആവാനും മറ്റൊരാൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിലും ആ രൂപത്തിൽ നമ്മൾ വിസിബിൾ ആവണം. എന്നാൽ മാത്രമാണ് നമ്മൾ വിസിബിൾ ആയിട്ട് ആളുകൾക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മൾ ക്വൈറ്റ് ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മൾ വീക്കാണ് എന്നല്ല. നമ്മൾ ക്വൈറ്റ് ആയിട്ടൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അതിനർത്ഥം ഇപ്പൊ ഇവിടെ എല്ലാവരും നിങ്ങൾ ക്വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഈ ഒരു വേദിയോ സദസ്സോ ആയതുകൊണ്ടാവാം. ഇനി മറിച്ച് വേറെ കുറെ ആൾക്കാരുള്ള എന്തെങ്കിലും ബഹളങ്ങളുടെ ഇടയിലും ഒക്കെ ഒരാൾ ക്വൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അയാൾ ഭയങ്കര അത്ര ഇതൊന്നും ഇല്ലാത്ത വീക്കായിട്ട് ഒരാള് എന്നല്ല. അതുപോലെ ഒരാൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണമെന്ന് വിചാരിച്ചു, അതിനർത്ഥം അയാൾ ഭയങ്കര ചെറുതാണ് എന്നുമല്ല. അതുപോലെ കാമായിട്ട് ഇരിക്കുമ്പോൾ ഒരു പവറും ഇല്ലാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ആ കാമായിട്ട് ഇരിക്കണം എന്നുമില്ല. ഓക്കെ, പിന്നെ എന്താണുള്ളത്? ഇപ്പൊ ഇവിടെ ഒരു സെഷൻ ഉണ്ട്, ശരിക്കും ഐസ് ബ്രേക്കിംഗ് സെഷൻ. അത് ഞാൻ ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് പരസ്പരം അറിയണതല്ലേ അല്ലേ? അതുകൊണ്ട് ഞാൻ ഐസ് ബ്രേക്കിംഗ് സെഷൻ ചെയ്യുന്നില്ല, കാരണം അത് പരിചയമില്ലാത്ത ആളുകൾ തമ്മിൽ ഒന്ന് മഞ്ഞൊരുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സെഷനാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇതിലാദ്യം ഞാൻ പറഞ്ഞ ഇന്നർ കോൺഫിഡൻസ്, അതിന് സാധാരണ നമ്മളുടെ റിഫ്ലക്ഷൻസ് എങ്ങനെയാ? ഇപ്പൊ ഒരു ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ എവിടെ പോയാൽ കാണുക? ആർക്കെങ്കിലും പറയാം? മിറർ അല്ലേ? നമ്മൾ മിററിൽ പോയി നിന്നാൽ നിൽക്കണം, ഒരു വിൻഡോ ആണ്, പക്ഷെ എന്നെ എനിക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാം. പക്ഷെ അതെന്താ കാണുന്നത്? എന്റെ രൂപമാണ് കാണുന്നത്. അതുപോലെ നമ്മൾക്ക് നമ്മളുടെ മിറർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഇന്നർ കോൺഫിഡൻസ് ഉണ്ട്. അതിനെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ തൊട്ടറിയുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അത് നമ്മൾക്ക് എന്താ പറയാ, വലിയൊരു ക്ലാസ് എടുത്തിട്ട് നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാ മാറുക? ഞാൻ വിചാരിച്ചാൽ എനിക്ക് നിങ്ങൾ പറയാൻ പറ്റുമോ? സ്വയം അപ്പൊ അതിന് ഞാനൊരു ചെറിയ ആക്ടിവിറ്റി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉറങ്ങി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ചെറിയ ആക്ടിവിറ്റി ഞാൻ തരികയാണ്. വലുതൊന്നും അല്ല കേട്ടോ, ചെറുത്. അതായത് ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ ക്വാളിറ്റീസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട്
ഞാൻ സ്വയം വിലയിരുത്തുകയാണ്, ഞാൻ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. അത് തെറ്റാണോ? അങ്ങനെ ഞാൻ കരുതുന്നത് പറയുന്നത് തെറ്റാണോ? അല്ല. അപ്പൊ നിങ്ങൾക്കും അതുപോലെ കുറെ ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അപ്പോ നിങ്ങളുടെ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി എന്ന് നിങ്ങൾ കരുതുന്നത് എന്താണോ, നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ മനസ്സിൽ കരുതുക. ഓക്കെ, കരുതിയോ? അതായത് തിങ്ക് ഓഫ് വൺ ക്വാളിറ്റി ദാറ്റ് മേക്സ് യു എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, കരുതിയോ? എല്ലാരും കരുതിയോ? കരുതി. അതൊക്കെ കിട്ടും, കൊറേ ഉള്ളോണ്ടാ കിട്ടാ. എല്ലാരും കരുതിയല്ലോ അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരും സിറ്റ് പ്രോപ്പർലി, സിറ്റ് പ്രോപ്പർലി. ഒരു നല്ലപോലെ ഇരിക്കും, നല്ലപോലെ ഹാൻഡ്സ് ഡൗൺ, നല്ലപോലെ ഇരിക്കും. അതെ, നല്ലപോലെ ഹാൻഡ്സ് ഹാൻഡ്സ് താഴെ നല്ലപോലെ. അതായത് ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഇരുന്നോ, നോ പ്രോബ്ലം. ഈ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. എല്ലാവരും സിറ്റ് സ്ട്രൈറ്റ്, lift your head. Okay, ചിന്നൊക്കെ പ്രോപ്പർ ആയിട്ട് വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് പറയണം? ഓക്കെ, അതൊക്കെ കരുതി, മനസ്സിൽ കരുതിയത്. ഇനി എന്നെ നോക്കണ്ട കേട്ടോ, എല്ലാവരും വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ചേക്ക്. ഓക്കെ, കണ്ണടച്ചോ? കണ്ണടച്ചിട്ട് നിങ്ങൾ ആ ചിന്തിച്ച നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് ആലോചിച്ച്. ഇനി നിങ്ങൾ സ്വയം പറയാം, ദിസ് ക്വാളിറ്റി ഡിസേർവ്സ് ടു ബി സീൻ. അതായത് ഞാൻ മനസ്സിൽ കരുതിയ ഈ ഒരു ക്വാളിറ്റി പുറം ലോകത്തേക്ക് കാണണം, പുറം ലോകത്തേക്ക് കാണണം എന്ന് നിങ്ങൾ സ്വയം പറയാം. കണ്ടു നോക്കോ, പറഞ്ഞോ എല്ലാരും? നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ്? ഒരു ഫീലിംഗ് തോന്നിയില്ല? അതായത് ഇത് എന്തിനാന്ന് വെച്ചാല് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് വലിയ ഫീലിങ്സ് ഒന്നും തോന്നില്ല. പക്ഷേ നിങ്ങൾ ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനോട് എപ്പോഴെങ്കിലും നിങ്ങൾ, എനിക്കിത് എൻ്റെ ഈ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയോ? ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പബ്ലിക്കിലോട്ട് കൊടുക്കേണ്ട ഒന്നാണ്. അത് നമ്മളെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല് നമ്മൾക്ക് നമ്മളോട് തന്നെ റെസ്പെക്ട് തരാനും നമ്മളുടെ ഇമോഷൻസിന് കുറെയൊക്കെ പല രൂപത്തിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഡെയിലി പോയിട്ട് മിററിൽ പോയിട്ട് നിങ്ങൾ ഇത് പറഞ്ഞ, നമ്മള് ഏതാ സിനിമ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, കണ്ണാടി പോയിട്ട് ഞാനത് ചെയ്യുന്നുണ്ടല്ലോ പറയുന്ന സംഭവമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു സിനിമ എന്ന് പറയണത് സത്യത്തില് ഡൈവേർട്ടായി പോണില്ല, പക്ഷെ എന്നാൽ കൂടിയിട്ട് ഒരു ലൈഫിന്റെ എന്തൊക്കെയാണോ ഉള്ളത് അതിനെ കാണിക്കുന്ന ഒരു ഒരു പാരലലി കാണിക്കുന്ന ഒരു വേർഷനാണ് ഫിലിം എന്ന് പറയുന്നത്, ഒരു മൂവി എന്തായിക്കോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മിററിൽ പോയിട്ട് നമ്മളിത് പറയുമ്പോൾ സ്വമേധയാ നമുക്ക് സ്വയം ഒരു ഫീലിംഗ് വരും. ആ ഫീലിംഗ് എന്ന് പറയുന്നത് എന്താ? അത് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് ആണ്. നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത കാര്യം നമ്മൾ ചിലപ്പോൾ വിചാരിക്കുകയെ വലിയൊരു കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും നടക്കൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു മനുഷ്യർക്കും ലോകത്തുള്ള ഏത് മനുഷ്യനായാലും ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഒന്ന്, നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ശ്രമം തന്നെ വെറുതെ ശ്രമിച്ചാൽ പോരാ. കാരണം ഈ ഒരു ബൾബ് ഉണ്ടാക്കിയ കഥ പറയുകയാണെങ്കിൽ, ഈ ബൾബ് ഉണ്ടാക്കിയപ്പോ എനിക്ക് തോന്നുന്നു 1001 പരീക്ഷണത്തിലാണ് ഇത് കത്തിയത്. ഓക്കെ, അപ്പോ
1000 തവണ ട്രൈ ചെയ്തിട്ടും ശരിയാവാത്തത് ഇനി വേണ്ട എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇത്ര വലിയൊരു വിപ്ലവം നമുക്ക് നടക്കുമായിരുന്നോ? നടക്കൂല. അപ്പോ തോൽവി നമ്മൾ പറയാം, ഫെയിലിയർ എന്ന് പറയുന്നത് സ്റ്റെപ്പാണ് സക്സസിന്റെ. പക്ഷെ അതിനെ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു സ്ട്രെങ്ത് ആണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. അപ്പൊ ആ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിൽ ചോറും കൂട്ടാനും കഴിച്ചിരുന്നാൽ നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ചോറും കഴിക്കുന്ന എന്നല്ല, അത് നമ്മൾ ചെയ്യണം കാര്യം. പക്ഷേ ഈ ചിന്ത, ഈ ഒരു ഏർജ് നമ്മളുടെ മനസ്സിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത്, ആ ഒരു ചിന്ത എപ്പോഴും എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് അതിന് വേണ്ടിയിട്ടുള്ള എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ചെറിയ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് നേരത്തെ ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ആവർത്തിച്ച് പറയാണ് എനിക്ക് ഇന്നതുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് ലോകം കാണേണ്ടതാണ്. നമ്മൾ പറഞ്ഞോണ്ടല്ല, നമ്മൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ചു നോക്കി, സംഭവിച്ചിരിക്കും. അത് സംഭവിക്കാതിരിക്കൂല. സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അത്രേ പരിശ്രമിച്ചിട്ടുള്ളൂ. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ എല്ലാവരും എന്താ പറയാ, പരിശ്രമിക്കുമോ? ഇതൊക്കെ എന്തിനാ? നമ്മളെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അല്ലേ? റെസ്പെക്ട്, ടു ബി റെസ്പെക്റ്റഡ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതും, നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയപ്പെടുക എന്നുള്ളതും, നമ്മളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളതും ഒക്കെ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. കുറേ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷേ ആ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ വെറുതെ ഇരുന്ന ഒരു കാര്യമില്ല. അത് നമ്മള് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ എനിക്കുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അത് അവസരം ഞാൻ പറയാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞതാണ് ഇന്നർ സ്ട്രെങ്ത് എന്നുള്ളത്. ചെറിയ കാര്യം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് ഞാനെന്ന് പറയുന്ന വ്യക്തി. കാരണം നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോ ഓരോരുത്തരും വിചാരിക്കും പിന്നെ വെറുതെ പറഞ്ഞു പോകാൻ എളുപ്പല്ലേ, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് പറയണത് ബുദ്ധിമുട്ടല്ലേ എന്നുള്ളത്. അപ്പൊ അതിനാണ് പല ട്രെയിനേഴ്സ് ആയാലും പല സ്പീക്കേഴ്സ് ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വന്തം ജീവിത അനുഭവങ്ങളാണ് പറയുന്നത്. കാരണം എന്താ, നമ്മൾ ചെയ്യുന്നതാണ് പറയുന്നത് എന്നുള്ളത്. നമുക്ക് സന്യാസിയുടെ കഥയൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ഞാൻ കുട്ടി പഞ്ചസാര തന്നെയാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അമ്മ വന്നപ്പോൾ സന്യാസി എന്ത് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. സന്യാസി പഞ്ചസാര കഴിക്കുന്നുണ്ട്, അപ്പൊ ഉപദേശിക്കാൻ ആള് അർഹനല്ല. അപ്പൊ അതുകൊണ്ട് ആളൊരാഴ്ച എടുത്ത് പഞ്ചസാര നിർത്തിയിട്ട് കുട്ടിയോട് ഉപദേശിച്ചു. അത്രക്ക് ആ ഒരു ലെവൽക്കൊന്നും ഞാൻ ആയിട്ടില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തി ഇതുപോലെ നിങ്ങളെപ്പോലെ പോയിട്ട് ഒരാളെ മുന്നിൽ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നിപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടില് 4 പേരാണ്. എൻ്റെ വീട്ടില് എൻ്റെ ഉപ്പ എന്നെ പറ്റി പറയാം എൻ്റെ സിസ്റ്ററോട്. കാരണം സിസ്റ്റർ ഭയങ്കര വായാടിയാണ്. നീ അവളെ കണ്ടു പഠിക്കുക, അവളെ വായ നാവുള്ളത് പോലും അറിയില്ല എന്നെ. ഇപ്പൊ ഞാനത് പറഞ്ഞ ആൾക്കാരെ തന്നെ അടിക്കും. കാരണം ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു ക്യാമ്പസില് ഡിഗ്രി കഴിഞ്ഞിട്ട് പോയപ്പോ ഒരു ബാച്ചില് ഫുള്ള് ആൺകുട്ടികളാണ്, ഞാൻ മാത്രം ഒരു പെൺകുട്ടി. ഭക്ഷണം കഴിക്കൂല, വാഷ്റൂമിൽ പോവില്ല. ആ ക്ലാസ് കഴിയണ വരെ പൂച്ചക്കുട്ടികളൊക്കെ അമ്മേനെ നഷ്ടപ്പെട്ടത് എങ്ങനെ ഉണ്ടാവും, ആ ഒരു ലെവലിൽ ഇങ്ങനെ പതുങ്ങി പമ്മിയാണ് ഇരിക്കുക. ഭയങ്കര ടെൻസ്ഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി വരെ ഞാൻ വിമൻസ് കോളേജിലായിരുന്നു. ഒരു പുരുഷന്റെ മുന്നിൽ പോലും ഫേസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ആ ലെവലിൽ വെച്ചെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചത്തുപോയിണ്ടാവും. കാരണം വല്ലാത്തൊരു ലെവലാണത്. നമുക്ക് ഒരിക്കലും എന്താ പറയാ, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര പ്രയാസമാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് എൻ്റെ മക്കളെ ഞാൻ അന്നേ വിചാരിച്ചു, അന്ന് കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ല, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ മിക്സഡ് സ്കൂളിലെ ഞാൻ പഠിപ്പിക്കുള്ളൂ എന്നുള്ളത് അന്ന് എടുത്ത തീരുമാനം. അതുകൊണ്ട് മക്കളെ ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിക്കണം.
കാരണം എന്താന്ന് വെച്ചാല് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നീട് ഓരോ ലൈഫിൽ ഓരോരോ ലെവൽസ് അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഇരുന്നാൻ പറ്റൂല. നമ്മൾ പുറം ലോകത്തേക്ക് ഇറങ്ങേണ്ട ആളുകളാണ് എന്നുള്ളൊരു ബോധം വരികയും സ്വയം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ, ഞാൻ വലിയ സംഭവമായിട്ടുമല്ല, വളരെ വളരെ ലോ ലെവലിൽ നിന്നിട്ട് തന്നെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഇവിടെ വന്നിട്ട് പറയാൻ ആയെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറ്റും. അത് ഇങ്ങനെ എന്നല്ല, ഇത് മാത്രമല്ല ഒരു റെപ്രസെന്റേഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ രൂപത്തിലുള്ള റെപ്രസെന്റേഷൻസും ഉണ്ട്. അതിന് നിങ്ങൾ വേണം കണ്ടെത്താൻ. ഇപ്പൊ നിങ്ങളുടെ അതായിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ സ്വയം കണ്ടെത്തി നിങ്ങൾ അത് വളരാൻ വേണ്ടി ആഗ്രഹിക്കണം. സമയം എന്ന് പറയുന്നത് 24 മണിക്കൂർ തന്നെയാണ് നമ്മുടെ ട്രംപിനും പ്രധാനമന്ത്രിക്കും നമുക്കും ഒക്കെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ വിനിയോഗിക്കുന്നിടത്താണ് നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത്. ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുന്ന സാധനം എന്താ? സമയമാണ് അല്ലെ? തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ഒരു സെക്കൻഡ് പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതെന്ന് പറയുന്നത് അത്ര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മള് ഒരിക്കലും ചിന്തിക്കാറില്ല. കാരണം എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ എന്നൊക്കെ പറ്റി പറയുമ്പോ, പാരന്റ്സ് ഒക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ അതിന്റെ വാല്യൂ ഒരിക്കലും അറിയില്ല. പക്ഷെ അവരില്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും നമുക്ക് ആ ഒരു ഫീലിങ്സും ഒരു മിനിറ്റെങ്കിലും നമുക്കൊന്ന് കിട്ടിയെങ്കിൽ എന്നുള്ള ആ ഫീലും ഒക്കെ വരിക. അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ, സമയത്തെ, അതിന്റെ മൂല്യത്തെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. ഇതുവരെ ഉള്ളതല്ല, ഇനിയുള്ളത് എന്നുള്ളിടത്തായിരിക്കണം നമ്മളുടെ ഭാവി കിടക്കുന്നത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൂട്ടി പറയാനുള്ള ഒരു കാര്യം ഇന്നർ സ്ട്രെങ്തിനെ പറ്റി പറയാനുണ്ടെങ്കിൽ, നമ്മളുടെ ഉപബോധ മനസ്സുണ്ടല്ലോ, നമ്മളുടെ ബോധ മനസ്സാണ് നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ബോധ മനസ്സാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ ഉപബോധ മനസ്സിന്റെ ആ ഒരു വ്യാപ്തി, അതല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്വപ്നത്തെ പോലും നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ഒരു ഉപബോധ മനസ്സിപ്പോ വിശാലമാണ്. ഉപബോധ മനസ്സെന്ന് പറയുന്നത്, ബോധ മനസ്സോ ഇത്രയുണ്ട്. കാരണം നമ്മളാണ് അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. ഈ ഉപബോധ മനസ്സിനെ നമ്മളാണ് ബോധ മനസ്സ് ആക്കിയിട്ട് അതിന്റെ റൂൾസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത്. ഈ ബോധ മനസ്സിനെ നമ്മൾ അങ്ങനെ നമുക്ക് വിശാലമാക്കാൻ സാധിച്ചാൽ ലക്ഷപ്രഭുക്കളാണ്, പിന്നെ കോടീശ്വരന്മാരാണ്. കാരണം അത് ചില്ലറ കാര്യമില്ല. അത് ഇപ്പൊ ഈ പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അത് അങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വലിയ തീരുമാനമാണത്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നടക്കും. അതുകൊണ്ട് നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മക്കൾക്കെങ്കിലും അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ വിജയം അവരുടെ ലൈഫിലും നമ്മളുടെ ലൈഫിലും. അത്രയാണ് ഇന്നർ സ്ട്രെങ്തിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമ്മളുടെ ബോഡി കോൺഫിഡൻസ്. ഞാൻ കടന്നു വന്നു, ഓക്കെ, ഞാൻ കടന്നു വന്നപ്പോ ഇപ്പൊ ഞാൻ നേരത്തെ നോർമലി വന്നു, അതിന് പകരം ആരും നോക്കാതെ ചിരിക്കാതെ ഇങ്ങനെ വിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? സാധനമാണ് ഇത് അല്ലേ? ഒന്നും നോക്കണ പോലില്ലല്ലോ. ചിലപ്പോൾ തൃശ്ശൂർ സ്ലാങ് വരുന്നുണ്ട്, ഞാൻ തൃശ്ശൂരാണ്. അപ്പൊ അങ്ങനെ കരുതാം. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലോ? അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകൾ വരാം.
എന്റെ ബോഡിയിൽ നിന്ന് ഞാൻ സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം? ഞാനൊന്നും മിണ്ടാതെ തന്നെ am I confident or not എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ സംസാരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ സംസാരിക്കാതെ നിങ്ങളോട് സംസാരിക്കും. അതാണ് ബോഡി കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കയറുന്നത് സംസാരിക്കാൻ സന്നദ്ധരാണോ? സന്നദ്ധരായവരാണോ? ആണോ? പറഞ്ഞോ? അല്ല. എന്താ ഉണ്ടാവുക? ഒന്ന് വന്ന് സംസാരിച്ചാല് what will happen? വിറയല് വരും. അപ്പോ ആ വിറയല് വരുന്നത് കൊണ്ടാ കോൺഫിഡൻസ് ഇല്ല. അതെന്താ ഇല്ലാത്തെ? പ്രാക്ടീസ് ഇല്ല. ഇതെല്ലാം സത്യമാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കത് പരിചയമില്ല അങ്ങനെ ഒന്നും. അതുകൊണ്ട് നമ്മള് എന്തിനാ എന്നുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ സ്റ്റേജ് കിട്ടാതെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പരിശീലിക്കാം. കാരണം ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മള് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നിട്ട് നമുക്ക് പറയാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്ന ഒന്നാണ്. സ്പീക്കേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും, ട്രെയിനേഴ്സും ഒക്കെ ഉണ്ടാവാം. അവർക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷേ സാധാരണക്കാരായ പുറത്ത് മറ്റ് സ്റ്റേജുകളിലൊന്നും കയറാത്ത വീട്ടുകാര്യങ്ങൾ മാത്രം, സ്വന്തം കുടുംബം അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്ന ആളുകൾക്കും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ഞാൻ പറഞ്ഞത് പബ്ലിക് സ്പീക്കിങ്ങിൽ നിങ്ങൾ പോകണം എന്നല്ല, മറിച്ച് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ആ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരാണോ നിങ്ങൾ? ആണോ? എല്ലാവരും എല്ലായിടത്തും ആണോ? മനസ്സിൽ കൈവച്ച് സത്യം പറയണം. കാരണം ഇവിടെ വന്ന് നിന്ന് കടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ കഴിയാത്ത പല സന്ദിഗ്ധ ഘട്ടങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും എന്ന് എനിക്ക് 101% അടിവരായിട്ട് പറയാം. കാരണം ഈ ലൈഫ് എന്ന് പറയുന്ന സാധ്യതയോടെ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. പറ്റും പ്രൊഫഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഓഫീസാണ്. ഓക്കെ, നമ്മളുടെ ഓഫീസിൽ ഒരു മുതിർന്ന ആളാണ്. ഓക്കെ, അവരടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഈ ഒരു സ്കിൽ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരും. അത് നമ്മളെ പിന്നോട്ട് വലിക്കും. എല്ലാവരുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. കാരണം നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് മിക്സ്ഡ് ആണ്. അപ്പൊ എല്ലാ കപ്പാസിറ്റീസും എല്ലാ കഴിവുകളും കൊടുത്തിട്ടല്ല എല്ലാവരും ഭൂമിയിലോട്ട് ജനിച്ചു വീഴുന്നത്. പക്ഷേ ഓരോ മനുഷ്യരും യുണീക്കാണ്. എന്താ, നിങ്ങൾക്കുള്ള കഴിവായിരിക്കില്ല ഇപ്പുറത്തുള്ള ആൾക്ക്, എനിക്കുള്ള കഴിവായിരിക്കില്ല പ്രീതേച്ചിക്കുള്ളത്. പക്ഷെ പ്രീതേച്ചിയുടെ കഴിവ് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അത് പ്രീതേച്ചിക്ക് മാത്രം കൊടുത്തിട്ടുള്ള കഴിവാണ്. എനിക്കത് വേണമെങ്കിൽ എനിക്ക് നേടാം. ഞാൻ പരിശീലിച്ച് സ്വയം ആ ഒരു ലെവലിൽ ചിന്തിച്ച് എനിക്ക് എന്നെ ആ ഒരു ലെവലിലോട്ട് ഉയർത്താം. പക്ഷെ ജന്മന എനിക്ക് ആ ഒരു കഴിവില്ല. ചിലർക്ക് ജന്മന കഴിവുകളുണ്ടാവും. പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ നമുക്കത് ചെയ്യാനേ പറ്റില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ, കളരിയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ പറ, അതായത് ആരെയും കളരി പറ്റി പഠിപ്പിച്ചൂടെ? പഠിപ്പിക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കണം. എല്ലാവർക്കും സ്വയം മനസ്സിൽ ഓക്കെ എനിക്കിപ്പോ കളരി പറ്റി പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചാൽ നടക്കില്ലേ? നടക്കും. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവാം. നമ്മളുടെ മനസ്സാണ്, നമ്മളുടെ സമർപ്പണമാണ്. ഇത് രണ്ടും ലെവലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് നേടാൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷെ അതിൽ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളുടെ സമയം, നമ്മളുടെ അധ്വാനം, നമ്മളുടെ കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി കൊടുക്കേണ്ട വിഷയമാണിത്. അത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾ
എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു താല്പര്യമോ ഇഷ്ടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ലൈഫാവുമ്പോൾ, അത് ഓരോരുത്തർക്കും അറിയാൻ പറ്റുള്ളൂ. അതിലോട്ടായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്, അത് നേടിപ്പിടിക്കാനായിരിക്കണം. പക്ഷെ എന്ത് കാര്യം നേടിപ്പിടിക്കണമെങ്കിലും ഈ ഒരു സ്കിൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഏത് മേഖലയിലും നമ്മൾ എല്ലാവരും, ഇപ്പൊ പ്രത്യേകിച്ച് ആദ്യമൊക്കെ പുരുഷന്മാർ മാത്രമാണ് ജോലിക്കൊക്കെ പോയിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോൾ സ്ത്രീകളും കൂടുതൽ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ പുരുഷന്മാര് ആണല്ലോ ഇവിടെ സദസ്സിൽ കൂടുതലുള്ളത്. അപ്പൊ നിങ്ങൾക്കിപ്പോ പുറത്ത് പബ്ലിക് സ്പീക്കിങ്ങിനൊന്നും നിങ്ങൾ പോകുന്നില്ലെങ്കിൽ കൂടിയിട്ട് ജോലി ആവശ്യാർത്ഥം പല രൂപത്തിലുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് ഉപകാരപ്പെടും. ഇത് വലിയ ഒരു സെഷനായിട്ടല്ല പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ, കാരണം അതിനുള്ളൊരു അവസരമില്ല. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അഡ്വാൻസ് ലെവൽസ്, പക്ഷെ അത് റിലേഷനായിട്ട് ബന്ധപ്പെട്ടാൽ ഓക്കെ. ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം പറയും. അതായത് ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ വേണ്ടത്? രണ്ടുപേരും സംസാരിക്കുക. പബ്ലിക് സ്പീക്കിംഗ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ സ്കില്ലാണ്. ഇവിടെ സ്കില്ലാണ് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ഞാനും, എന്താ പേര് ഷുഹൈബ്, ഞാനും ഷുഹൈബും സംസാരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ആദ്യം എന്താ വേണ്ടേ? ഓക്കെ, വിഷയം ഐ കോൺടാക്ട്. ഓക്കെ, പല ആളുകളും എന്നോട് സംസാരിക്കുമ്പോൾ തന്നെ തീരെ കണ്ണി നോക്കില്ല, തീരെ മുഖത്തോട്ട് നോക്കില്ല. നമുക്ക് ഭയങ്കര അരോചകമാണത് സംസാരിക്കാൻ. കാരണം എന്താണെന്നറിയോ? വല്ലാത്തൊരു ഫീലാണ് മുഖത്ത് നോക്കി സംസാരിക്കാതിരുന്ന. എന്ത് ചെയ്യണം മുഖത്ത് നോക്കുന്നത്? വല്ല കള്ളന്മാര് സംസാരിക്കണ പോലെ എന്നുള്ളൊരു ഫീലാണ് തുറന്നു പറഞ്ഞാൽ ഉണ്ടാവുക. പക്ഷേ എതിർ ഭാഗത്തുള്ള ആൾ വളരെ മാന്യമായിട്ടുള്ള വളരെ നല്ല മനുഷ്യനാവും. പക്ഷെ അയാളുടെ ഒരു കഴിവുകേടായിരിക്കാം എന്ത് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റാത്തത്. പക്ഷെ അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇല്ലെങ്കിൽ അത് ഒരു അത്ര നല്ല കാര്യമല്ല എന്ന് അയാൾ സ്വയം മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾക്ക് വേണ്ടത് ഐ കോണ്ടാക്ട് എന്നുള്ളതാണ്. അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള ലെവലിൽ അത് സ്കിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും എടുക്കുമ്പോൾ നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത് അവരെടുത്ത് വളരെ വ്യക്തമായിട്ട് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളുടെ പല കാര്യങ്ങളും കൺവേ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ പ്രശ്നമില്ല, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മുഖത്തോട് മുഖത്ത് സംസാരിക്കും. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറയുമ്പോഴേ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു നല്ല ലിസണർ ആവണം. നമുക്ക് പരിചയമുള്ള ആളൊന്നും ആണെന്നില്ല, ലോകത്ത് എത്രയോ മനുഷ്യന്മാരുണ്ട്, പരിചയമില്ലാത്തവരൊക്കെ ചിലപ്പോൾ നമുക്ക് സഹായിക്കുന്ന സാഹചര്യം വരാം. പക്ഷേ നമ്മളത് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ല് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പബ്ലിക് സ്പീക്കിങ്ങിന്റെ കാര്യം കൂടി എടുത്തു പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സുഖം ഉണ്ടാവില്ല. അത് അങ്ങനെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക. കാരണം ഞാൻ താഴത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാലുണ്ടോ, ഞാൻ ഈ പറഞ്ഞൊക്കെ താഴത്തേക്ക് നോക്കി പറയാം. നിങ്ങൾ ചിലപ്പോൾ മെല്ലെ മെല്ലെ ഓരോരുത്തരും പോകും. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല, അത് നിങ്ങളോടല്ല പറയേണ്ടത് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് വരും. അപ്പോൾ അതിനാണ് ഐ കോണ്ടാക്ട്. പിന്നെ നമ്മളുടെ പോസ്ചർ. അപ്പൊ നമ്മളൊരാളോട് സംസാരിക്കണം. ഞാനൊരു ഭാര്യയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരോട് സംസാരിക്കണം. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാവും. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളെ ഭാര്യ വിട്ടു വെറുതെ എന്റെ ഭർത്താവ് എടുക്കാം, പുള്ളിക്കാരോടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, അതായത് എന്നോട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾ ഫോണിലാട്ടോ, പുള്ളിക്കാരൻ ഫോണില്ല. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു ഫോണിലാണ്. ഫോണിലാവുമ്പോ ഇങ്ങനെയല്ല നിൽക്കണേ, കുഞ്ഞിന് നിന്നിട്ട് എന്തോ നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തോ പറയുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞോന്ന് പറയും. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് വീണ്ടും പറയണം, ഇയാളെ അപ്പുറത്തേക്ക് നോക്കണം. നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണം. അപ്പോ നമ്മൾക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടുമോ പറയാൻ? ഇനിയിപ്പോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ കുടുംബത്തിന് തന്നെ നല്ലൊരു കാര്യം പറഞ്ഞ് നമ്മൾ പോയി വിചാരിച്ചോ, പിറ്റേ ദിവസം ആ ഒരു വിഷയത്തിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മൂപ്പർക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, കേട്ടിട്ടില്ല.
പറഞ്ഞത് കേട്ടിട്ടില്ല. തെറ്റ് ചെയ്താൽ തെറ്റാണ്, ഭർത്താവ് തെറ്റ് ചെയ്താൽ തെറ്റാണ്. പെണ്ണാന്ന് വിചാരിച്ചിട്ട് ഭാര്യയുടെ മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പറയണം എന്ത്, എനിക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എന്താണോ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആളുടെ അടുത്ത് പോകണം. ആ പ്രസൻസ് നിങ്ങൾ കൊടുക്കണം. സി, അവിടെയാണ് നമ്മളുടെ ആ ഒരു പോസ്ചർ. നമ്മളുടെ പോസ്ചറാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിന് ഞാൻ ഫോണിനെ കടമെടുത്ത് എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മുടെ പോസ്ചർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ഏത് ലെവലിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഞാൻ ഒന്നുകൂടി സരസാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവിനൊക്കെ പിടിച്ചതേ ഉള്ളൂ. പോസ്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് ഫോണിലായിക്കോട്ടെ, ഫോണില്ലാതെ ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പം കുട്ടികളുണ്ടാവാം, ചെറിയ മക്കളുണ്ടാവാം, അപ്പൊ അവരെടുത്ത് സംസാരിച്ചിട്ടും ആവാം, ഏത് ലെവലിലായിക്കോട്ടെ. അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ നമ്മൾ നിൽക്കും ഇല്ലേ, ചിലപ്പോ അങ്ങനെ എന്നുള്ള പോലെ ഇങ്ങനെ അങ്ങനെ നിൽക്കും. അപ്പൊ എന്താണെങ്കിലും ആ ഒരു പ്രസൻസിനനുസരിച്ച്, ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ പോയി പറഞ്ഞ പോലെ അങ്ങോട്ട് പറയാനും ആക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ഓഫീസിൽ പക്ഷെ ചില സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് ചിലപ്പോൾ അതിനൊന്നും പറ്റില്ല. അപ്പൊ എല്ലായ്പ്പോഴും നമ്മളുടെ പോസ്ചർ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ചില പോസ്ചേഴ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സ് അറിയാതെ അത് അങ്ങനെ വന്നു പോകണം. അത് ബോധ മനസ്സിലേക്ക് വന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും സ്പെഷ്യലി ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പൊതു സദസ്സ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ അത് വളരെ നമ്മുടെ ചിന്ത, നമ്മളുടെ ഒരു മനസ്സിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഒരു പോസ്ചർ ലെവൽ. ഇത് ഞാനിവിടെ സൂചിപ്പിച്ചത് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ പോസ്ചർ നല്ലതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏതൊരാൾ പബ്ലിക് സ്പീക്കിങ്ങിന് പറയുമ്പോഴും അവരുടെ പോസ്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സ്പീക്കിംഗ് സ്കിൽ എന്നുള്ള ലെവലിൽ ലൈഫിൽ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, അപ്പോ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായോ? ഇതൊക്കെ ഈ ബോഡീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലെ. ബോഡീനെ പറ്റിയിട്ട് ഇപ്പൊ ഐ കോണ്ടാക്ട്, പോസ്ചർ, ഇതൊന്നും എന്തല്ല, അവിടെ ഒന്നും കമ്മ്യൂണിക്കേഷൻ, നമ്മൾ നാവ് ഉപയോഗിക്കുന്നില്ലല്ലോ. പക്ഷെ നാവ് ഉപയോഗിക്കാതെ തന്നെ സംസാരിക്കുന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞത്. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ ഒരു സ്റ്റിൽനെസ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതാണ് നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ബോഡി കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? സംഭവം മനസ്സിലായില്ലേ? കാരണം വെറുതെ നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരാൾ വരുമ്പോൾ തന്നെ അത് സ്പീക്ക് ചെയ്യാണ്, നമ്മൾ പറയാതെ തന്നെ നമ്മൾ കൺവേ ചെയ്യപ്പെടുകയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ബോഡി ലാംഗ്വേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ഇനി ഒരു ആക്ടിവിറ്റി ആണ്, എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടിരിക്കും പ്ലീസ്. നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക, ചിൻ ലെവലൊക്കെ ഒന്ന് ആക്കുക, കൂടെ മുഖത്ത് ഒരു നല്ല സോഫ്റ്റ് സ്മൈലൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, എന്നിട്ട് അടുത്ത ആരെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് പെടലി വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന്, തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഒന്നൊരു ഐ കോണ്ടാക്ട് ഒക്കെ ഒന്ന് അങ്ങോട്ട് വിളിച്ചിരുന്നു, ഐ കോണ്ടാക്ട് ഒക്കെ കൊടുത്ത് തൊട്ടടുത്തുള്ള ആൾക്ക് ഒന്നെല്ലാവരും ഒന്ന് തൊട്ടടുത്തുള്ള ആള് സൈലന്റ് ആയിട്ട് ഒന്ന് പുഞ്ചിരിക്കുമോ പ്ലീസ്. ഇപ്പൊ മിണ്ടാതെ നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കണേ. സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ തൊട്ടടുത്തൊരാളുണ്ട്, അയാളെ നോക്കി നമ്മളൊന്ന് ചിരിക്കുന്നു. എന്തെങ്കിലും കൺവേ ചെയ്യപ്പെടുമോ? നമ്മളൊക്കെ സംസാരിക്കുന്നില്ല കേട്ടോ, നമ്മളുടെ ആ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. കാരണം പുഞ്ചിരിയൊക്കെ ഭയങ്കര വാല്യുബിൾ ആണ്, ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. നമ്മൾക്ക് അത് ഭയങ്കര നിസ്സാരാണ്, നമ്മൾ ഭയങ്കര പിശുക്കന്മാരാണ് ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ. പക്ഷേ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അളക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ സ്വയം, നമുക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം നമ്മൾ സ്വയം ഉയരാൻ ശ്രമിക്കാൻ. നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ തന്നെ ശ്രമിക്കണം, നമ്മൾ തന്നെ കരുതണം മനസ്സിൽ, ഓക്കെ ഞാൻ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പുഞ്ചിരി എന്ന് പറഞ്ഞ ആ ഒരു ആക്ടിവിറ്റിയിൽ
നിങ്ങൾ എന്ന് പറഞ്ഞ ആളുടെ പ്രസൻസ് ആർക്ക് ഫീൽ ചെയ്യും? പുഞ്ചിരി കിട്ടിയ ആൾക്ക് ഫീൽ ചെയ്യില്ലേ? യെസ് ഓർ നോ? ഇല്ലേ? അപ്പൊ നിങ്ങളുടെ പ്രസൻസ് ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് വിളിച്ചു പറഞ്ഞതാണോ? തൊട്ടടുത്തുള്ള ആളെ തോണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ ഒരു പ്രസൻസ്, ആ ഒരു എനർജി ഫീൽ ചെയ്യും. അത് നിസ്സാരാണോ? അല്ല, ഇത് നിസ്സാരമല്ല. നമ്മളുടെ എസ്പെഷ്യലി മലയാളീസിന്റെ ഒരു പ്രശ്നം, ഞാൻ ഒരു മലയാളിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയണം, നമുക്കൊന്നും ഒരു കാര്യം കൊടുക്കൂല. അത് നമ്മളല്ലേ എന്ന് പറയും. പക്ഷെ മറ്റു നാഷണാലിറ്റീസിനായിട്ട് ഇടപഴകിക്കഴിഞ്ഞാൽ നമ്മളെന്താ പറയാറ്? അവർ ഭയങ്കര ആൾക്കാരികളാവും. വൈ? വാല്യൂ themselves. അവർക്ക് വലിയ വാല്യൂ ആണ് കൊടുക്കുന്നത്. നമ്മളോ നമുക്ക് ഒരു വാല്യൂ കൊടുക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ 0 1 നമുക്ക് ഇട്ടിരിക്കണ മാർക്ക് അല്ല. നിങ്ങൾ നാളെ ഭയങ്കര അഹങ്കാരികളായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നമ്മളുടെ വാല്യൂ നമ്മൾ കാണാതെ പോകരുത്. നമ്മളുടെ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീണപ്പോ തന്നെ വി ആർ ബ്ലെസ്ഡ്. കൈയുണ്ടോ, കാലുണ്ടോ, കണ്ണുണ്ടോ, മൂക്കുണ്ടോ? ഇതൊക്കെ നമുക്ക് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്ത വലിയ സാധനമാണോ? വി ആർ ബ്ലെസ്ഡ്. എന്തിനാ നമ്മള് സ്വയം വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 1 സ്വയം കൊടുത്തിരിക്കേണ്ടത് എന്ത് ആവശ്യമാണ്? നമുക്ക് എന്താ ഇല്ലാത്ത? ഇതൊക്കെ മറ്റു വിഷയത്തിൽ വരുന്നതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പാരലലി ഇതൊക്കെ ഒന്നിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ സ്കിൽ, നമ്മളുടെ കപ്പാസിറ്റി, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ ചിന്താഗതികളെ, നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ ആക്ടിവിറ്റീസിനെ, നമ്മളുടെ അധ്വാനത്തിനെ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യുന്ന വിഷയങ്ങളാണ്. നിസ്സാരല്ലേ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. പക്ഷേ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ, ഇതിപ്പോ എന്താ എന്നുള്ളതൊക്കെ. പക്ഷെ സ്വയം നമ്മൾ ഇങ്ങനെ ഓരോന്നിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് വളരെ ചെറുതിൽ നിന്നാണ് ഒരു വലിയ സംഭവം തന്നെ നമുക്ക് ഉണ്ടാക്കാനും നമുക്ക് അതിന് പരിശ്രമിച്ചാലൊക്കെ ലഭിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ അതിന് പരിശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതാണ് സ്പീക്ക് വിതൗട്ട് വേർഡ്സ്, അതല്ലെങ്കിൽ ബോഡി കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ സൈലന്റ് സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പർപ്പസ് ഓഫ് സ്പീക്കിംഗ് സ്കില്ലിന്റെ കാര്യം പറഞ്ഞു. ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നമ്മളെ സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ബി അണ്ടർസ്റ്റുഡ്, ബി റെസ്പെക്റ്റഡ്, ബി വാല്യൂ. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഒറ്റ ക്ലിയർ സെന്റൻസ് മതി. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു പുഞ്ചിരി മതി നമ്മളുടെ ഒരു പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തതയോടുകൂടി പറയാം. അതല്ലാതെ വളച്ച് കെട്ടി അങ്ങനെ പോയി ഇങ്ങനെ പറയാതെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒറ്റ ക്ലിയർ സെന്റൻസ് മതി നമ്മള് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട്, ഈ വക വിഷയങ്ങൾ, നമ്മുടെ പോസ്ചർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ബോഡി കോൺഫിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇനി ഒരു ചെറിയൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. അതായത് ഒരു 1 voice 1 sentence എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളൊന്ന് പെയറപ്പ് ചെയ്താൽ മതിയെ. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഒരു നേരത്തെ പറഞ്ഞത് എന്താ, നിങ്ങളൊക്കെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളത് അതല്ല. ഇതിപ്പോ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊക്കെ ഒരു കഴിവ് ഉണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്റെ ഒരു കഴിവ് ചിലപ്പോൾ ഒന്ന് പുറത്തോട്ട് അറിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പേഴ്സൺ എ, അതായത് ഈ ഒരാള് ബിയിനോട് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമുണ്ടോ? ഇല്ലാലോ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് മാത്രം എന്ത് പറയാ, ആ കാര്യം ഷെയർ ചെയ്യാം. അത് സ്ട്രെങ്ത് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. കഥ ഒന്നും പറയണ്ട കേട്ടോ, കഥയും പറയണ്ട, പാരഗ്രാഫ് എഴുതണ്ട, ഒന്നും വേണ്ട.
വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഫോർ എക്സാമ്പിൾ കോൺഫിഡൻസ് ആണെന്ന് വിചാരിച്ചോ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഓക്കെ, നിങ്ങൾ പറയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ. ഇപ്പൊ എന്റെ സ്ട്രെങ്ത് ഞാൻ പറയുന്നത് കോൺഫിഡൻസ് ആണെന്ന് വെച്ചിട്ട് ഞാൻ പ്രിയതേച്ചിയോട് പറയണം കോൺഫിഡൻസ്. അപ്പൊ പ്രിയതേച്ചി എന്നോട് പ്രിയതേച്ചിയുടെ കാര്യം പറയണം, ലൈക്ക് ദാറ്റ്. അപ്പൊ എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ആണ് കാര്യം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഇപ്പുറത്ത് പറയുന്നു, ഈ ആള് ഇപ്പുറത്ത് പറയും, തൊട്ടടുത്തിരിക്കുന്ന ആള്. ഓക്കെ, എന്താ പറയോ ആർക്ക് പറയണ്ട, എല്ലാം സുഖമായിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സദസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏത് സദസ്സിൽ പോയാലും ജീവിതത്തിലായാലും നമ്മൾ ഒരാളോട് പോയിട്ട് പറയാ എന്നുള്ളതല്ല. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത് നമ്മൾക്ക് തുറന്നു പറയാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഉള്ളിലൊരു ത്രെട്ടനിങ് ഫീൽ, അല്ലേ ഞാനിപ്പോ ഇതെങ്ങനെ പറയാ എന്നുള്ള ഈ ഒരു ക്രോസ് ഉണ്ട്, അത് വരും. അപ്പൊ അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഇട്ടത്. പക്ഷെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നിങ്ങൾ അറിയുന്നവരാണ്, നിങ്ങൾക്ക് അങ്ങനെ പറയാനോ തുറന്നു പറയാനോ ഉള്ള പ്രയാസങ്ങളില്ല. അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ആരോട് ആയാലും പറയാനുള്ളത് പറയുക. എപ്പൊ പറയണം? പറയേണ്ട സമയത്ത് പറയുക. ഓരോന്നിനും ഓരോ സമയമുണ്ട്, ദാസാന്ന് പറഞ്ഞ പോലെ സമയമുണ്ട്. അപ്പൊ അത് നമ്മള് വിനിയോഗിക്കണം, അല്ലെ? അപ്പോഴാണ് നമ്മള് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു സക്സസ് ഫീൽ ഉണ്ട്, ഒരു ഭയമില്ലാതെ നിർഭയം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു ശക്തി നമുക്ക് ലഭിക്കാൻ തുറന്നു പറച്ചിലുകളാണ് നമുക്ക് സഹായകരമാവുക. അത് ഏത് വിഷയത്തിലായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സാമൂഹ്യമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തുറന്നു പറയുക എന്നുള്ള വിഷയം. ഓക്കെ, ഇനി വീണ്ടും ഒരു ആക്ടിവിറ്റി ആണ്. എന്റെ പേര് ആബിദ എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് മൈ നെയിം ഈസ് ആബിദ ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. എല്ലാവരും ഒന്ന് പറയൂ അങ്ങനെ. വാട്ട് ഈസ് യുവർ നെയിം? സേ ഇറ്റ് ആൻഡ് സേ that you are proud of it. My name is Dilip and I'm proud of it. എല്ലാവരും ഒപ്പം ഒരു പ്ലഡ്ജ് പോലെ ഒന്ന് കൈ ഇങ്ങനെ വെച്ചിട്ട് പറയാം. My name is Preeta and I am proud of it. നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമെന്നോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ നെയിം പബ്ലിക്കലി അനൗൺസ് ചെയ്യുകയാണ് എന്നുള്ള ആ ഒരു ലൈക്ക് ഇപ്പൊ എനിക്കറിയില്ല നിങ്ങളുടെ ആരുടെ പേരും എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞ ഷാഹിൽ എന്നല്ലേ, ഷാനിഫ്, പിന്നെ ഷുഹൈബ്, പിന്നെ പ്രീതേച്ചി, ഇത്രയൊക്കെ എനിക്ക് ഇവിടെ പേരുകൾ അറിയുള്ളൂ. അപ്പോ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിസിബിൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ എപ്പോഴാണ് നമ്മൾ അറിയപ്പെടുക? നിങ്ങളിപ്പോ പറഞ്ഞു, പ്രീതേച്ചി പറഞ്ഞു ഒരാള് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ പറയുന്നുണ്ട്, ഒരാള് ഈ ഒരാള് ഇങ്ങനെയാണോ പറഞ്ഞേ? ആണോ? എന്താ പറഞ്ഞേ? ഒരു മോട്ടിവേഷൻ സ്പീക്കർ വരുന്നുണ്ട്. സോ എങ്ങനെയാണ് അറിയപ്പെട്ടത്? പേരിലൂടെ, അല്ലേ? സോ നമ്മുടെ നെയിം എന്ന് പറയുന്നത് സർക്കിൾ ചെയ്യപ്പെടേണ്ട ഐഡന്റിറ്റിയാണ്, അല്ലെ? നമ്മളുടെ ഐഡന്റിറ്റിയാണ് നമ്മളുടെ പേര് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് എവിടെയും വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ സ്വയം വിസിബിൾ ആക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞ് യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയും. നമ്മൾ തന്നെ നമ്മളുടെ പേരിന് പ്രൗഡ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പ്രൗഡ് ആവോ? അതാണ് നമ്മളുടെ നെയിം ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 1 ലൈൻ സർക്കിൾ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. അതായത് നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഭയങ്കര നല്ലതാണ്. നമ്മളെ ഭൂമിയിലോട്ട് ഇറക്കുമ്പോൾ തന്നെ ഒരുപാട് കഴിവുകളൊക്കെ ആയിട്ടാണ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയണത്. പക്ഷെ ഒരാളെ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ യുണീക്ക് ആയിരിക്കും. പക്ഷെ നമ്മള്
ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ സാഹചര്യവശാലോ ഏതെങ്കിലുമൊക്കെ വശാലോ അബദ്ധവശാലോ അങ്ങനെയും പറയാം. ഓക്കെ, ഒരു കാര്യത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? കാരണം പല കാര്യത്തിലും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലും പെടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഞാൻ ഇന്നതിൽ സ്വയം കഴിവ് തെളിയിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പണി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഈ കഴിവുണ്ട് എന്നൊക്കെ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ഇതുണ്ടാവില്ലേ? അതായത് വൺ തിങ് ഐ എം ഗുഡ് അറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അത്. ഇത് സത്യത്തില് റൗണ്ട്സിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്, പക്ഷെ അതൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ സ്വയം ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയണ്ട. നിങ്ങൾ സെൽഫായിട്ട് മനസ്സിൽ നിങ്ങൾ എന്തിലാണോ ഗുഡ് ആയിട്ടുള്ളത് അത് പറയാം. ഞാൻ പറയണം I'm good at public speaking. Okay? I'm good at public speaking എന്ന് പറയാം. ഞാനത് എന്നോട് തന്നെ പറയുമ്പോൾ എന്തുണ്ടാവും? Boost is the energy of our secret. അതാര് പറഞ്ഞു? സച്ചിൻ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ എനർജിനെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കഴിവുള്ളത് എന്ന് ആര് പറയണം? നമ്മൾ. സച്ചിൻ പറഞ്ഞ കാര്യമില്ല. സച്ചിന്റെ കഴിവ് തെളിയിച്ച് കഴിഞ്ഞതാണ്, നമ്മളാണ് തെളിയിക്കുന്നത്. സോ നമ്മൾ പറയണം. നിങ്ങളൊന്നും പറഞ്ഞു എനിക്ക് കേട്ടില്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. അപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ അത് പറയുന്നത് നേരത്തെ എന്താ പേര്? ഫൈസ് നേരത്തെ പറഞ്ഞ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇന്നർ ബൂസ്റ്റ്, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എനിക്ക് ഇന്ന കാര്യത്തില് കഴിവ്, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം ചിലപ്പോ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മളിതിനെ പറ്റിയൊന്നും ധാരണ ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നമ്മളുടെ ഭാഗമായിട്ട് ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ എന്താ പറയാ അതിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. പക്ഷെ ഞാനിത് വലിയ കഴിവാണ് ചെയ്യണമെന്നുള്ളൊരു ബോധമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. എപ്പൊ നോക്കിയാലും ഈ പണിയാണ്, ഏത് പണിയാണ് ചെയ്യണത്, എന്താണ് ചെയ്യണത് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇരിക്കുന്ന ലേഡീസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുക്കിംഗ് ആണ് ചെയ്യുന്നത്, പുറത്ത് പണിയില്ലാത്ത ഹൗസ് വൈഫ്സ് ആണെങ്കിൽ കിച്ചണിലാണുള്ളത്. ഓക്കെ, അവരുടെ സ്കില്ലിന് ഞാനിപ്പോ ഞാൻ അടുക്കളയിൽ നിന്ന് പണിയെടുക്കണ എനിക്ക് എന്ത് മോട്ടിവേഷൻ ഉള്ളത് എന്നാവും ചിലപ്പോൾ ചിന്തിക്കുക. സി കുക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വായ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കണം, അതെല്ലാവർക്കും പറ്റില്ല. നമ്മൾ ചെയ്ത് പരിശീലിച്ച് കിട്ടുന്നതാണ്. കാരണം ഞാനും വളരെ തുടക്കക്കാരിയായിട്ടുള്ള കുക്കിംഗ് സ്കില്ലൊന്നും ഇല്ലാത്ത ഒരാളിൽ നിന്ന് എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് വായ കൊടുക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കിയത് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഉണ്ടാക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ വരും, സ്വാഭാവികം. ഇപ്പൊ കുക്കിംഗ് സ്കില്ല് കൊണ്ട് പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഏൺ ചെയ്യാം. ഈ ലോകം തന്നെ ഒരുപാട് മാറിയതാ. പക്ഷെ ആ സ്കില്ല് പണ്ടാറങ്ങാൻ വേണ്ടിട്ട് നമ്മൾ ആക്കിയാലോ ആ സ്കില്ല് നമ്മുടെ അധോഗതിയോ. എന്നാൽ ഏണിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാലോ അത് നമ്മളുടെ ജീവിത മാർഗമാവും. ഇത് രണ്ടുകൊണ്ട് കാര്യം. അപ്പൊ അത് ഏത് സ്കില്ലായിക്കോട്ടെ ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണരുത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എന്ത് പണിയായിക്കോട്ടെ, കൂലിപ്പണി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ആ പണി ചെയ്യാൻ ആള് വേണം. ആ പണി അയാൾക്ക് ആ കഴിവുള്ളതുകൊണ്ടല്ലേ നമ്മൾ വിളിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്താൽ പോരെ? നമ്മളൊരാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കഴിവ് അയാൾക്കുള്ളത് കൊണ്ടാണ്. ആ കഴിവ് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല വിഷയം. ഏതൊരു കഴിവും അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് പുറത്തുള്ളവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്വയം ആ കഴിവിന് എനിക്ക് കഴിവുണ്ടെന്നും ഞാൻ ചെയ്യുന്നത് നിസ്സാരമല്ലെന്നും എന്റെ കഴിവ് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ആര് പറയണം? ആര് വിചാരിക്കണം? നിങ്ങൾ ഓരോരുത്തരും ഞാനും വിചാരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ മനസ്സിന് സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക. കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമുണ്ടോ?
കാര്യമുണ്ട്, അത് ഫാക്റ്റാണ്. പൈസ ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എല്ലാ പൈസക്കാരും സമാധാനമുള്ളവരാണ്? ഒരിക്കലുമല്ല. പൈസ കുമിഞ്ഞു കൂടിയിട്ട് തലക്കുമീരെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഉറങ്ങാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവന് എത്ര പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. കാരണം തള്ളി നീക്കുന്ന സമയത്തിന് വേദനയോടെ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥമായിട്ട് നീക്കുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് ഒരു ഉപകാരമില്ല. ഉള്ളത് നല്ലപോലെ സമാധാനത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്വസ്ഥമായിട്ട് ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് വിജയി, അല്ലാണ്ട് കോടീശ്വരന്മാരല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് മേഖല ആയിക്കോട്ടെ കുറെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം, പക്ഷെ അത് ജീവിക്കാനാവണം. ഇതും എൻ്റെ പബ്ലിക് സ്പീക്കിംഗിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അത് വിടുകയാണ്. പറഞ്ഞല്ലോ, എല്ലാം പാരലലി ഇന്റർലിങ്ക്ഡ് ആണ്. ഒന്നിനോട് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നും വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞു പോകുന്നത്. റിയൽ ലൈഫ് പ്രാക്ടീസ് എന്നുള്ള പോലെ ഒരു ആക്ടിവിറ്റി കൂടി ഞാൻ തരുവാണ്. അതായത് ഇപ്പോഴും പെയറായിട്ടാണ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പെയറായിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കുള്ള സ്ട്രെങ്ത്തിനെ പറ്റി ഞാൻ പറഞ്ഞു, അതുപോലെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടമാണ്, ഓക്കെ? പക്ഷെ നിങ്ങൾക്ക് അത് തുറന്ന് സംസാരിക്കാം, ഓക്കെ? അപ്പൊ നിങ്ങൾ അടുത്തുള്ള ആളോട് ഇപ്പൊ പറയേണ്ടതാണ് ഞാൻ പറയുന്നത്. ഐ വോണ്ട് ടു സ്പീക്ക്, ഓക്കെ? എനിക്ക് സംസാരിക്കണം, പക്ഷെ ഞാൻ പ്രതിസന്ധിയിലാണ്. അങ്ങനെ ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതിസന്ധി ഘട്ടം ഏതാണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഘട്ടത്തിന് നിങ്ങൾക്ക് എടുത്തു പറയാം. അതല്ലെങ്കിൽ അത് പറയണ്ട. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രതിസന്ധി ഘട്ടം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം നിങ്ങൾ തൊട്ടടുത്താണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ വായ കൊണ്ട് മറ്റൊരാളോട് പറയിപ്പിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ വായ കൊണ്ട് അത് നിങ്ങൾ ഇന്ന് ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് പറയുന്നത് പോലെ നാളെ നിങ്ങളുടെ റിയൽ ലൈഫ് പ്രാക്ടീസിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ആരോട് പറഞ്ഞാലാണോ ആ വിഷയം കൈകാര്യം ചെയ്യപ്പെടുക അത് നിങ്ങൾ പറയണം. അതിനു വേണ്ടിയിട്ട് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ്. തുറന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം, ജീവിതമാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ തുറന്ന് പറയാനുള്ള ആ ഒരു മനസ്സ് കാണിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു ആക്ടിവിറ്റി നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഐ കോണ്ടാക്ട്, സ്മൈല്, ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക. അതുപോലെ കാംനെസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശക്തി കുറവല്ല. പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും പവർഫുൾ അല്ല എന്നുള്ള കാര്യമല്ല. അതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഇതിനൊക്കെ അത്യാവശ്യം വേണ്ടതാണ്. ഇനി ഇവിടെ ഹെൻറി ഫോർഡ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിനോട്ട് ഉള്ള സ്റ്റെപ്പാണ്? നിങ്ങൾക്ക് മനസ്സിലായ പോലെ പറയാം. ജസ്റ്റ് ഒരു 1 or 2 words പ്ലീസ്. സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇതൊക്കെ വീണ്ടും എല്ലാം കൂടി നമുക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വേർഡിൽ നമുക്ക് പറഞ്ഞു. കുട്ടികളുടെ സ്കൂളിൽ വിടുന്നതിനാ. So what you are doing? You are learning something. Yes. അപ്പൊ ഞാൻ സക്സസ് ആയി, അത്രേ വേണ്ടു. അതായത് ലേണിംഗ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹെൻറി ഫോർഡ് പറയാൻ വന്ന കാര്യമാണ്. പക്ഷെ ഹെൻറി ഫോർഡ് പറഞ്ഞു വന്ന ആ ഒരു ലേണിംഗ് എന്ന് പറയുന്ന വേർഡിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. ഒരു മനുഷ്യൻ 20 വയസ്സായിക്കോട്ടെ, 80 വയസ്സായിക്കോട്ടെ,
ഒരാള് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അയാളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്താർത്ഥം? അയാള് പടുവൃദ്ധനാ. ഹെൻറി ഫോർഡ് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല, ആരും എന്റെ വീട്ടിൽ കയറണ്ട. എനി പേഴ്സൺ ഹു സ്റ്റോപ്സ് ലേണിംഗ്, പഠനം എന്ന് പറയുന്ന പ്രക്രിയ നിർത്തിക്കഴിഞ്ഞാൽ he is old or she is old. Okay? അയാള് ഈ സ്റ്റോപ്പ് ചെയ്ത ആള് 5 വയസ്സായിക്കോട്ടെ, 20 വയസ്സായിക്കോട്ടെ, 80 വയസ്സായിക്കോട്ടെ, ആരായാലും പഠനം എന്ന് പറയുന്ന പ്രോസസ് നിർത്തിക്കഴിഞ്ഞാൽ he or she is old. Anyone who keeps staying learning, whoever it is 80, 100, 110, he or she is still young. അത് ഹെൻറി ഫോർഡ് പറഞ്ഞത് അയാളുടെ അഭിപ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, പക്ഷെ അത് വസ്തുതാപരമായ കാര്യമാണ്. ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യരുത്. ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു വളർച്ച നമുക്ക് പല പല രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും നേടിയെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ അത് എന്താണ് ലേൺ ചെയ്യണം എന്നൊന്നുമില്ല, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. എസ്പെഷ്യലി ഹൗസ് വൈഫ്സിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒക്കെ നേടിയെടുക്കും. കാരണം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മറ്റുള്ള സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഒരു നിർബന്ധ സാഹചര്യം വരികയാണ്, നമ്മളത് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് ജീവിക്കണമല്ലോ, സർവൈവ് ചെയ്യണമല്ലോ. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വീട്ടിലും ഇപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ കുറവാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രണ്ട്സുമായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്ത് പോകുകയൊക്കെ ചെയ്യും. പക്ഷെ സ്റ്റിൽ വെറും അടിച്ചുപൊളി മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാഷണൽ ലൈബ്രറി ഇവിടുത്തെ സൂപ്പറാണ്. ആരൊക്കെ നാഷണൽ ലൈബ്രറി പോയിട്ടുണ്ട്? അത്ര നാഷണൽ ലൈബ്രറി നിങ്ങളൊക്കെ ഒന്ന് നാഷണൽ ലൈബ്രറി പോകും. ഒന്നുമില്ലെങ്കിൽ അത് കാണുകയും ചെയ്യാം. അത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ആ ഒരു നാഷണൽ ലൈബ്രറി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ഖത്തർ ഗവൺമെന്റ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മള് എത്രയോ അനുഗ്രഹീതരാണ്. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രീ ആയിട്ടുള്ളത്, നമ്മൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അവിടെ നോക്കിയാൽ ഇഷ്ടംപോലെ ബുക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ നമുക്ക് നോക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ലേണിംഗ് പ്രോസസ് എൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ നമുക്കത് തുടങ്ങാം. അതിപ്പോ ഈ ഒരു ഒറ്റ ചെറിയ സെഷനിൽ നിന്നൊന്നും നമുക്കത് പൂർണ്ണമാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ ജസ്റ്റ് ഹെൻറി ഫോർഡ് ആ സ്റ്റേറ്റ്മെന്റിൽ മാത്രം ഒതുങ്ങി നിന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ. അപ്പൊ നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം കേട്ടാൽ മതിയോ? അതായത് നമ്മളൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസങ്ങളൊന്നും വരുത്താതെ നമ്മളുടെ മാത്രം ജീവിതത്തിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് കൂടുതലും. പക്ഷെ നമ്മളൊക്കെ എന്താണ്, വളരെ ട്രൂത്ത്ഫുൾ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ നമ്മളുടെ ഒക്കെ ശബ്ദം എന്തായിരിക്കും? സത്യസന്ധമായിരിക്കും. അപ്പൊ അത്തരം സത്യസന്ധമായിട്ടുള്ള ശബ്ദങ്ങളാണ് ഇന്ന് ആർക്ക് വേണ്ടത്? ലോകത്തിന് വേണ്ടത്. നിങ്ങൾക്ക് അത് വേണ്ട എന്ന് വിചാരിച്ചാലും ലോകം അത് ആവശ്യപ്പെടുന്നുണ്ട്. സമൂഹത്തിന് അത് വേണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അത്രയും വലിയ ഒരു അനുഗ്രഹമായ ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ സ്വയം ഇൻവിസിബിൾ ആയിട്ട് ഇരിക്കാതെ ലോകത്തിന് മുന്നിൽ നിങ്ങൾ തുറന്ന് വിസിബിൾ ആയി തന്നെ ഇരിക്കണം. നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം. നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നിങ്ങളുടെ സ്റ്റെപ്സ് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഫോർവേഡ് ആണ്. ഓൺവേർഡ്സ് അല്ല, നെക്സ്റ്റ് സെക്കൻഡ് ഓൺവേർഡ്സ് you have to step forward. Okay, your voice have to be heard, you have to be seen. Settle it? Yes. Yes. That's it.